പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ മോഡൽ ഷൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഒരു നല്ല ലെൻസാണ് 85mm ഫോക്കൽ ലെങ്തിലുള്ള ലെൻസ്. ഇതിപ്പോൾ കാനോണിൻ്റെ ആണെന്നുണ്ടെങ്കിലും സോണിയുടെ ആണെന്നുണ്ടെങ്കിലും നൈക്കോണിൻ്റെ ആണെന്നുണ്ടെങ്കിലും പിന്നെ ഫുജിഫിലിം ആണെന്നുണ്ടെങ്കിലും 85mm ലെൻസ് ഒരു അടിപൊളി സാധനമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ക്രോപ്പ് സെൻസർ ക്യാമറയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 50mm ലെൻസ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട് 85നോട് സിമിലർ ആയിട്ടുള്ളത്. അതിനകത്തേക്ക് 85നെ മേടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്രോപ്പ് ഫാക്ടർ കാരണം 90 to 100 ഇടയിലുള്ളൊരു ഫോക്കൽ ലെങ്ത് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബാക്കിലേക്കൊക്കെ പോയി നിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് നോക്കാം. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫേഷ്യൽ കംപ്രഷൻ കിട്ടുന്ന ഒരു ലെൻസാണ് 85mm. അതുകൊണ്ടാണ് ഏത് ഷൂട്ടിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെഡ്ഡിങ്ങിൻ്റെ ഷൂട്ടാണെന്നുണ്ടെങ്കിലും മോഡൽ ഷൂട്ടാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ഫോട്ടോഗ്രാഫേഴ്സ് യൂസ് ചെയ്യുന്നത് 85mm ലെൻസായിരിക്കും. വൈഡ് ലെൻസുകളായിട്ടുള്ള 35ലേക്കും 24ലേക്ക് വരുമ്പോഴത്തേനും ഡിസ്റ്റോർഷൻസ് ഒക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ലുക്ക് ബാക്കിയുള്ള ലെൻസിന് കിട്ടാനായിട്ട് പാടാണ്. പക്ഷേ 85ൽ നിന്ന് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു സീൻ നമുക്ക് കിട്ടും. 85ൻ്റെ പ്രൈം ലെൻസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പാസർ 1.8 1.4 1.2 ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്ജക്റ്റിനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് നിർത്തി നല്ല അടിപൊളി ബൊക്കെയൊക്കെ ബാക്കി വരാനായിട്ട് ഈ ഒരു ഫോക്കൽ ലെങ്ത് അടിപൊളിയാണ്. 85mm ലെൻസിനകത്ത് നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി ബൊക്കെ കിട്ടും. 85നെ പറ്റി അധികം ആൾക്കാർ പറഞ്ഞു കേട്ടില്ലാത്തൊരു ഗുണമാണ് 85 ശരിക്കും ഒരു പേഴ്സണൽ സ്പേസ് തരുന്ന ഒരു ലെൻസാണ്. 85mm ഫോക്കൽ ലെങ്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഒത്തിരി അടുത്തേക്ക് പോയി നിന്ന് ഒരു മോഡലിനെ ആണെന്നുണ്ടെങ്കിലും കപ്പിളിനെ ആണെന്നുണ്ടെങ്കിലും ഒത്തിരി അടുത്തേക്ക് പോയി നിന്ന് അവർക്കൊരു ഡിസ്കംഫർട്ട് അടിക്കാതെ ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് ഈ 85 ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. മാത്രമല്ല 100mm ഒക്കെ കുറച്ചുകൂടി ഫേസിൻ്റെ ഷേപ്പ് നല്ലതായിട്ട് തരുന്ന ലെൻസാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിനകത്തൊക്കെ ഒരു ഫുൾ കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അധികം ബാക്കിലേക്ക് പോയി നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ബാക്കിലേക്ക് പോയി നിൽക്കുമ്പോഴത്തേനും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് വരാതെ വരും. അവരുടെ സംസാരിക്കുമ്പോഴത്തേനും നമുക്ക് പോസൊക്കെ പറഞ്ഞു കൊടുക്കാൻ, ചിരിക്കാൻ പറയുന്നതായിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറയുന്നതായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ അവർക്ക് കേൾക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും പേഴ്സണൽ സ്പേസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് തരുന്ന ഒരു ലെൻസും 85 ആണ്. ഈ ലെൻസിന് ഡിസ്റ്റോർഷൻ കുറവാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഡിസ്റ്റോർഷൻ കുറവാകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫേസിന് നല്ല ഷേപ്പായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേനും ഒത്തിരി ഒട്ടിയ കവിള് ഉണ്ടാവത്തില്ല, ഒത്തിരി മെലിഞ്ഞതായിട്ടോ ഒത്തിരി വണ്ണം വെച്ചതായിട്ടോ ഒന്നും തോന്നത്തില്ല. മൂക്കിൻ്റെ ഷേപ്പൊക്കെ കറക്റ്റായിരിക്കും. അപ്പോൾ ആൾക്കാർ നേരിട്ട് കാണുന്ന എന്താണോ ആ ഒരു സീനറി തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ലെൻസ് കൊണ്ട് പറ്റും. അതുകൊണ്ടാണ് പോർട്രേറ്റിന് പറ്റിയൊരു ലെൻസായിട്ട് 85നെ പറയുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു 1855ൻ്റെ കിറ്റ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ഓൾ ദ വേ അപ് ടു 55ലേക്ക് സൂമിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോപ്പ് സെൻസർ ക്യാമറയാണെങ്കിൽ നിങ്ങൾക്ക് 85ൻ്റെ ലുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 24-05ൻ്റെ f4 ലെൻസ് ആണെങ്കിൽ 85ലേക്ക് സൂം ചെയ്ത് കഴിഞ്ഞാലും 85ൻ്റെ ലുക്ക് നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല 85ൻ്റെ ഒരു ബ്ലോക്ക് ലെൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ 1.8 അപ്പർച്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റും ഇതിനകത്തേക്ക് കിട്ടും. നമുക്കിപ്പോൾ അത്യാവശ്യം ഇരുട്ട ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇൻഡോറിലൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1.8 അപ്പർച്ചർ ഉള്ളതുകൊണ്ട് നല്ല അത്യാവശ്യം അടിപൊളി ലൈറ്റിങ്ങും ഈ ലെൻസിൽ നിന്ന് നമുക്ക് കിട്ടും. മാത്രമല്ല വളരെ ചീപ്പായിട്ട് നമുക്ക് ഈ ലെൻസ് മേടിക്കാനായിട്ട് പറ്റും. കാനോണിൻ്റെ EF ലെൻസ് നമുക്ക് ഒരു 20,000 രൂപ മുതൽ മേടിക്കാനായിട്ട് കിട്ടും. പിന്നെ സോണീൻ്റെയും കാനോണിൻ്റെയൊക്കെ മിറർലെസ് ക്യാമറയുടെ 85mm ലെൻസ് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഒരു 30-നും 35-നും ആ ഒരു റേഞ്ചിൽ കിട്ടും. അതുമാത്രമല്ല ഒരു പുത്തൻ ലെൻസ് മേടിക്കണമെങ്കിൽ പോലും ഒരു 40 രൂപ 50 രൂപ റേഞ്ചേ വരത്തുള്ളൂ. എന്തൊക്കെയായിരുന്നാലും നിങ്ങൾക്ക് ഏറ്റവും നല്ല ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കാനോണിൻ്റെ L Series 85ഉം അതുപോലെ തന്നെ സോണീൻ്റെ G Master ലെൻസ് മേടിക്കുക. സോണീൻ്റെ അവരുടെ G Master 2 85mm ഇറക്കിയിട്ടുണ്ട്. അതിന് 170 എന്തോ ആണ് വില. കാനോണിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 2.5 ആ ഒരു റേഞ്ചിലേക്ക് വരും. അപ്പോൾ സോണീൻ്റെ 1.4 ആണ്, കാനോണിൻ്റെ 1.2 ആണ്. ഇപ്പോൾ നൈക്കോണിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 1.4 ലെൻസ് ഉണ്ട്. ഇതൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് 85ൻ്റെ വാർത്തകൾ. അപ്പോൾ നിങ്ങൾക്ക് 85 കയ്യിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് 50mm ലെൻസ് വെച്ചിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ ഓടിച്ചു വിടാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ നല്ല പൈസ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ലെൻസ് 135mm ലെൻസാണ്. അത് നല്ല അടിപൊളി കംപ്രഷനും അടിപൊളി ലൈറ്റിങ്ങും വരുന്ന ഒരു ലെൻസാണ്. നിങ്ങൾക്ക് അതിലേക്ക് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ 105ൻ്റെ ലെൻസും ഉണ്ട്. അതും ഒരു അടിപൊളി ഓപ്ഷനാണ് ഫോർ പോർട്രേറ്റ്സ്.